ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. നമ്മളെ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള അരി കൊണ്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റേഷനരി നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു റേഷനരി ആദ്യം തന്നെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ ഡ്രൈൻ ചെയ്തിട്ട് നല്ല അടി കട്ടിയുള്ള പാത്രത്തിൽ നമുക്ക് അരി നന്നായിട്ട് ഇതുപോലെ വറുത്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നതുണ്ടായിരിക്കും അതൊക്കെ, അതൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ട് നമുക്ക് അരിയുണ്ട ഉണ്ടാക്കാനല്ല, ബാക്കി നമുക്ക് വേറെ അരിപ്പൊടിയായിട്ട് തന്നെ വേറെ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്തിട്ട് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് ഫൈനാക്കി പൊടിച്ചെടുക്കേണ്ട, കുറച്ച് തരിയോട് കൂടിയിട്ട് തന്നെ പൊടിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് തരി കൂടെ കൂടിയിട്ടാട്ടോ അത് പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ മധുരത്തിനായിട്ട് നമ്മൾ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു നാടൻ രീതിയിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉരുളിൽ തന്നെയാണ് ഈ ഒരു ശർക്കര പൊടിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് ചുരണ്ടി എടുത്താലും മതി കേട്ടോ. അപ്പോൾ ആ ഒരു പണ്ടത്തെ ആ ഒരു രീതിയിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉരുളിൽ തന്നെ ഒന്ന് പൊടിച്ചെടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ നല്ലതായി തന്നെ എക്സ്പീരിയൻസ് തന്നെ വേണം കേട്ടോ. ഇതുപോലെ ഒന്ന് ഇടിച്ചെടുക്കാനൊക്കെ. അല്ലാത്തവരാണെങ്കിൽ മൊത്തമായിട്ട് പുറത്തേക്കൊക്കെ പോകട്ടെ. ഞാൻ ആക്കിയപ്പോൾ ഒക്കെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ശർക്കര ഏകദേശമൊക്കെ നന്നായിട്ട് തന്നെ ഇടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ, അത് ഞാൻ ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഇടിച്ചെടുക്കുമ്പോൾ മൊത്തമായിട്ട് പുറത്തൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് പുറത്തൊക്കെ പോയതിന് ശേഷം ബാക്കിയുള്ളതാണ് ഞാൻ ഈ ഒരു അവലൂസുണ്ടൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇതൊക്കെ എക്സ്പീരിയൻസ് തന്നെ വേണം കേട്ടോ. ഇതുപോലെ ഇടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല നാടൻ രീതിയിലൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വലിയ ആളായി കഴിഞ്ഞ് ഇതുപോലെ ഒന്ന് ഇടിച്ചെടുക്കാൻ നോക്കിയത്. പക്ഷേങ്കിൽ ഞാൻ ഈ ഒരു പണിക്ക് നിന്ന് പെട്ടുപോയിട്ടോ. നന്നായിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെ ഇതൊക്കെ ഇടിച്ചെടുത്ത് ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കര കുറച്ചധികമായി പോയിട്ടിട്ടുണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വേറെ അവലൂസ് പൊടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കൂടെ ചേർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു ശർക്കര മൊത്തമായിട്ട് ഞാൻ ഇടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് അതിലേക്കും എടുക്കുന്നുണ്ട്. ബാക്കി നമ്മളെ അവലൂസ് ഉണ്ടാക്കും വേണ്ടിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞാനിതിൽ പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല. അപ്പോൾ ഞാൻ എടുത്ത ആ ഒരു അരിപ്പൊടിയിലേക്ക് അനുസരിച്ചിട്ടുള്ള ആ ഒരു ശർക്കരേൻ്റെ പൊടിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഉരലിൽ ഇടിച്ച് വെച്ചത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ശർക്കര തന്നെയാണ് കൂടുതലുള്ളത്. ഇനി നമ്മൾ ഇതിലേക്ക് വേറെ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങ ഒന്ന് ചിരകിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ ചിരകി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയും പിന്നെ നേരത്തെ ഉരലിൽ ഇടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ശർക്കരയും പൊടിയും കൂടിയും ചേർന്നിട്ടുള്ള ആ ഒരു മിക്സ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള അരിപ്പൊടി കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ശർക്കര ആയിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ചുകൂടെ ഒന്ന് അരിപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ അവലൂസിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കാ പൊടി അതുപോലെ തന്നെ കുറച്ചൊരു നുള്ളു ഉപ്പൂടെ ഇട്ടിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി ചെറിയ ചെറിയ ബൗളാക്കി മാറ്റാവുന്നതാണ്. നമുക്ക് നമ്മുടെ കയ്യിൽ ഇനി നെയ്യോ നല്ല പശു നെയ്യൊക്കെ ഉണ്ടെങ്കിൽ അത് കയ്യിലൊന്ന് പുരട്ടി കൊടുത്തിട്ട് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് നമുക്കിത് വൈകുന്നേരങ്ങളിലും അതുപോലെ തന്നെ അല്ലാതെയൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. നമുക്ക് കുറച്ച് ദിവസം വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു കുപ്പിയിലാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും മതി കേട്ടോ. എല്ലാവരും ഒന്ന്